ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പലിലുണ്ടായിരുന്ന 3 പേരെയും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. MSCയുടെ തന്നെ ഒരു കപ്പൽ എത്തിയിരുന്നു, നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ കപ്പൽ എത്തിയിരുന്നു രക്ഷാദൗത്യത്തിന്. പക്ഷേ അതെല്ലാം വിഫലമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കപ്പൽ മുങ്ങിത്താഴ്ന്നു എന്നൊരു വിവരം വരുന്നത്. രാഗിൻ, ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. കാരണം എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. കാരണം ഈ കണ്ടെയ്നറുകൾ ഒഴുകിപ്പോവുകയോ അത് മുങ്ങിത്താഴുകയോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. തീരദേശവാസികൾക്കൊക്കെ വലിയ ആശങ്കയായിരുന്നു രാവിലെയൊക്കെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അടുത്തൊരു നടപടി എന്തായിരിക്കും? ഇപ്പോൾ ഇവരെ മാറ്റിയിട്ടുണ്ട്, കൂടുതൽ കപ്പലുകൾ എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്ത്, നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ ആളുകളുണ്ട്. എന്തായിരിക്കും ഈ അടുത്തൊരു സ്റ്റെപ്പ് രാഗിൻ? ഈ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ കപ്പൽ ചരിഞ്ഞപ്പോൾ 6 മുതൽ 8 വരെ കണ്ടെയ്നർ വെള്ളത്തിലേക്ക് വീണു അല്ലെങ്കിൽ കടലിലേക്ക് വീണു എന്നതാണ് റിപ്പോർട്ടുകളായി വന്നിരുന്നത്. അത് ചിലർ അതായത് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള വസ്തു അതിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അത് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഈ കണ്ടെയ്നറുകൾ മുഴുവനായും കടലിലേക്ക് പോകും. അത് ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതും തീർച്ചയാണ്. അതുകൊണ്ട് അത്തരം വിപുലമായ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ വിപുലമായ ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ നമുക്ക് അപ്ഡേറ്റ് വന്ന ഘട്ടത്തിൽ ഇത് എങ്ങനെയെങ്കിലും ഈ ടോയ് ചെയ്ത്, അതായത് ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു, അതിന്റെ വഴികൾ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തുന്നത് അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ്. അത് ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്ന് തന്നെയുള്ള കാര്യങ്ങൾ ആ റിലീസിൽ, ആ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 പേരെ, 24 ക്രൂ മെമ്പേഴ്സാണ് ഷിപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ 21 പേരെ റെസ്ക്യൂ ചെയ്യുകയും 3 പേരെ അവിടെ നിലനിർത്തുകയും ചെയ്തിരുന്നു. അത് എന്തുകൊണ്ടാണ് നിലനിർത്തിയിരുന്നതെന്ന് വെച്ചാൽ അത് സ്റ്റേബിളായി കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാനുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് 3 പേരെ അവിടെ തുടരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ 3 പേരെ കൂടി ഇപ്പോൾ മാറ്റിയെന്ന് പറയുമ്പോൾ സ്ഥിതിഗതികൾ കുറെ കൂടി സങ്കീർണമാണ്, കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവുകയാണ്. മാത്രമല്ല കപ്പൽ ചരിയുന്നു, കപ്പൽ കൂടുതലായി മുങ്ങുന്നു. അങ്ങനെ പൂർണ്ണമായി മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ ചെന്നെത്തിയാൽ അത് വലിയ പ്രതിസന്ധി തീർക്കും. നേരത്തെ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അതായത് കപ്പലിന്റെ ഒരു വശം ചരിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ ഈ പ്ലാസ്റ്റിക് ടാങ്കിൽ കൂടുതൽ വെള്ളം നിറച്ചുകൊണ്ട് ഒരു വശത്ത് ഭാരം താഴ്ത്തിക്കൊണ്ട് അത് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് വിജയിച്ചില്ല. ഒരുപക്ഷെ ദുർഘടമായിട്ടുള്ള കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെയുണ്ട്. കടൽ പ്രക്ഷുബ്ധവുമാണ്. ഇതുൾപ്പെടെയുള്ളൊരു പശ്ചാത്തലം ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറൈൻ ഓയിൽ, അതോടൊപ്പം തന്നെ സർഫൽ ഫ്യൂൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ ഈ കണ്ടെയ്നറുകളിലുണ്ട്. അത് പൂർണ്ണമായും വീണാൽ അത് അത്തരം പ്രതിസന്ധി തീർക്കുകയും ചെയ്യും. എന്താണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ ഇവിടെ ഉണ്ടാകുന്ന അപകടത്തിൽ കൂടെ കൂടി വ്യക്തമായി, കൂടെ കൂടി റിലയബിളായി കാര്യങ്ങൾ വ്യക്തമാകും. പക്ഷേ ഇത് ഈ പുറംകടലിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അവിടെ അത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നേവി ആണെങ്കിലും കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ കപ്പലിന്റെ പാരന്റ് കമ്പനി ഒക്കെ ആണെങ്കിലും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ മുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ മുങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള ആശങ്കകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും കപ്പൽ കൂടുതൽ ചരിയും, നേരത്തെ തന്നെ ചരിഞ്ഞിരിക്കുകയായിരുന്നു. അത് കൂടുതൽ ചരിയുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയാകുമ്പോൾ പലരും കൂട്ടി വായിക്കേണ്ടതായി വരും. എന്തായാലും MSC എൽസ 3 എന്ന കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ടതാണ്, ഇവിടേക്കുള്ള യാത്രയിലായിരുന്നു. അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇന്നലെയാണെങ്കിലും ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. മാത്രമല്ല ഇതിൽ ഈ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകളുടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ്. അത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേവി ആണെങ്കിലും കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും സ്ഥലത്ത് അവിടെ തന്നെ തീർച്ചയായിട്ടും രാഗിൻ, നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ സ്ഥലത്തുണ്ട്. അവരുടെ ശ്രമകരമായ ജോലി പുരോഗമിക്കുകയുമാണ്. പക്ഷേ നമുക്കറിയാം ഈ ഒരു കപ്പൽ മുങ്ങുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ അത് കടലിലേക്ക് പതിച്ചാൽ അത് കൂടുതൽ മുങ്ങിത്താണാൽ അത് പാരിസ്ഥിതികമായി വലിയ പ്രശ്നമുണ്ടാക്കുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ കപ്പൽ ഉയർത്താനുള്ള രക്ഷാദൗത്യമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയും കാറ്റും മഴയും ഒക്കെ ഇതിനെ വിപരീതമായി ബാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.